അത് രഞ്ജിനി ഹരിദാസൊക്കെ നല്ല കയ്യടിയാവാം എന്ന് പറഞ്ഞ പോലെയുള്ള കയ്യടിയല്ല. ഇതിന് ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ കേന്ദ്ര സർക്കാരിന് കൂടി ഒരു ഓയിൽ കമ്പനിയുടെ ഒരു PSUവിൻ്റെ സഹായം നിർദ്ദേശിക്കപ്പെട്ടതാണെങ്കിൽ അതിൽ നമ്മൾ വാഴ്ത്തേണ്ട നാമങ്ങൾ കൂടി ഞാൻ ചേർത്ത് വന്നേ ഉള്ളൂ. അവിടെയും കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഇവിടുന്ന് കൊച്ചിക്കാരനായതുകൊണ്ട് വളരെ കാര്യമായി ഇടപെട്ടതിനെ ഒന്നും ചോദ്യം ചെയ്യുകയല്ല. പക്ഷെ പറയുമ്പോൾ നമ്മൾ എല്ലാം പറയണം, അത് പറയണം എന്ന് അവരോട് എനിക്ക് നിർബന്ധിക്കാനൊക്കത്തില്ല. പക്ഷെ എനിക്കെൻ്റെ കർത്തവ്യം പൂർണ്ണമായി നിറവേറ്റിയേ മതിയാവൂ. അത് മാത്രം ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. മാർച്ച് 12-ാം തീയതിയാണ് ശ്രീമാൻ അമിത്ഷാ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിലെത്തുമ്പോൾ ഇവിടെ തീ അണഞ്ഞും തീ അണയാതെയും പുക വമിച്ചും വമിക്കാതെയും ഒക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ വലിയ കൂളിളക്കം രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തൊടുത്തുവിടുകയും അത് തടുക്കാൻ ശ്രമിക്കുകയും പലപ്പോഴും മുറിവേൽക്കുകയും പലപ്പോഴും ആ വന്ന കൂരമ്പുകളെല്ലാം തിരിച്ചയച്ച് അയച്ചവരെ തന്നെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. മോർ ദാൻ ദ സ്മോക്ക് എമിറ്റഡ് ആൻഡ് മോർ ദാൻ ദി ബേൺസ് ഡ്യൂ ടു ഫയർ, the political fire was which actually burned the administration and the loyal people of Kerala. This is a very stark truth. We have to accept it. പൊള്ളിച്ചതുപോലെ തന്നെ ജനങ്ങളെയും പൊള്ളിച്ചെങ്കിൽ അതിൽ പൊള്ളത്തരങ്ങൾ കൂടുതലായിരുന്നു. പക്ഷേ അന്ന് വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിൽ വെച്ചാണ് ഒരുപക്ഷെ ബ്രഹ്മപുരത്തെക്കുറിച്ച് പ്രതിപാദിച്ച് അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ കൂടുതൽ പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിലൊരു ഇടപെടൽ ഉണ്ടാകും എന്ന് പറയുന്ന തീരുമാനം അവിടെ ഉണ്ടാകുകയും മോദി 2.0 പെട്രോളിയം മിനിസ്റ്റർ വഴി ഒരുപക്ഷെ തുടങ്ങിവെച്ച ഒരു സമ്പ്രദായമാണ് ഇന്ന് BPCLൻ്റെ സഹകരണത്തോടുകൂടി ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത് എന്നൊരു രാഷ്ട്രീയത്തിനും തള്ളി പറയാനൊക്കത്തില്ല. പറയാം, അതിപ്പോൾ MP രാജേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒപ്പം അദ്ദേഹത്തോട് ആ ട്രോളുകളിലും അല്ലെങ്കിൽ ദുഷ്ടലാക്കോട് കൂടിയുള്ള രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളോട് വേദനിച്ച ഒരാളെന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ കൂടെ നിന്നുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ കോറീഡ് ചെയ്യേണ്ട ഒരു ചരിത്ര രചന കൂടി അന്ന് മാർച്ച് 12 തുടങ്ങി വച്ചിരുന്നു. ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എമുലേറ്റ് ചെയ്ത് വളരെ ശക്തമായ തോട്ട് പ്രോസസ്സിലൂടെ ഇന്ത്യൻ ഹെൽത്ത് കണ്ടീഷൻസിൻ്റെ ഒരു അവലോകനം നടത്തി അതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്ക് സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് എമുലേറ്റ് ചെയ്ത് ബഹുമാന്യനായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ കൂപ്പ് കൈകളോടെ നന്ദി പറയുമെങ്കിൽ ഒപ്പം എടുത്ത് നന്ദി പറയുന്നത് ഭാരതത്തിൻ്റെ അന്നത്തെയും ഇന്നത്തെയും ഹോം മിനിസ്റ്റർ ശ്രീ അമിത്ഷായ്ക്ക് കൂടി നന്ദി പറയണമെന്നുള്ളത് മലയാളി എന്ന നിലയ്ക്ക് എൻ്റെ കർത്തവ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. അതിന് നല്ല കയ്യടി നിങ്ങൾ തന്നേ മതിയാവും. അങ്ങനെ നമുക്കൊരു രാഷ്ട്രീയം പാടില്ല. വിച്ച് ഇസ് ബാഡ്. വി ഹാവ് ടു ഹാവ് ദ ഹാർട്ട് ടു അട്രിബ്യൂട്ട്. അത് നിർബന്ധമാണ്.